മലേഷ്യ നല്ലൊരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ചെമ്പരത്തി. ആ രാജ്യത്തിലെ വളരെ പുരാതനമായ തുറമുഖമാണ് മലാക്ക. ഈ മലാക്കയിലാണ് 1545 ഫ്രാൻസിസ് സേവ്യർ വരികയും മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും സെൻറ്റ് പോൾ എന്ന ദേവാലയം തുടങ്ങുകയും ചെയ്തത്. ഈ സ്ഥലം യുനെസ്കോ 2008 വേൾഡ് ഹെറിറ്റേജ് സെൻ്ററായി പ്രഖ്യാപിച്ചു. 1506 ഫ്രാൻസിസ് സേവ്യർ സ്പെയിനിൽ ജനിച്ചു. 1552 ചൈനയിലെ ഷങ് ചുവാൻ ഐലൻഡിൽ ഡിസംബർ 3 മരിച്ചു. ഒരു വർഷം കഴിഞ്ഞ് ഷാങ് ചുവാൻ ഐലൻഡിൽ നിന്നും ആ മൃതശരീരമെടുത്ത് 1553 ഫെബ്രുവരി മാസം മലേഷ്യയിലെ മലാക്കായിൽ കൊണ്ടുവന്ന് അടക്കി. 1554 മലാക്കായിൽ നിന്ന് ആ മൃതശരീരം എടുത്ത് 1554 മാർച്ച് മാസം ഗോവായിൽ ബോം ജീസസ് ബസിലിക്കായിൽ കൊണ്ടുവന്ന് അടക്കി. അടക്കുന്നതിന് മുമ്പ് ഉണ്ടായ സംഭവം, ഇത്രയും വർഷമായിട്ടും ആ മൃതശരീരത്തിന് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ 472 വർഷം കഴിഞ്ഞിട്ടും ആ മൃതശരീരം അഴുകാതെ ഗോവായിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ പ്രാർത്ഥനയോടെ ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടുന്നു. ഇപ്പോൾ കാണുന്നത് മലാക്കായിൽ ഫ്രാൻസിസ് സേവ്യർ ആരംഭിച്ച സെയിൻറ്റ് പോൾ ദേവാലയമാണ്. അതിൻ്റെ മുമ്പിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്യുവും അദ്ദേഹം പണി കഴിപ്പിച്ച ആ ദേവാലയം ഇന്ന് വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. വേൾഡ് ഹെറിറ്റേജ് സെൻ്ററായി ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസിസ് സേവ്യറിനെ മലേഷ്യയിലെ മലാക്കയിൽ അടക്കിയിരിക്കുന്ന ആ കബറിട സ്ഥാനമാണ്. ഈ കബറിടം തുറന്നാണ് കിടക്കുന്നത്. അതിനു മുകളിൽ നല്ല സ്റ്റീൽ കമ്പികൾ ഇട്ടിരിക്കുന്നു. ഇപ്പോൾ കാണുന്നത് ജിൽസും ഭാര്യയും അച്ചുവും ജർമ്മയും അവരുടെ മക്കളുമാണ്. അവർ നൽകിയ നല്ല സ്നേഹത്തോടെ ഊഷ്മളതയുള്ള സഹകരണമാണ് എത്തിച്ചേരാൻ സാധിച്ചത്. സേവ്യറിൻ്റെ മാധ്യസ്ഥം എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ.